നമ്മുടെ തിരികെ ഗ്രൂപ്പിന്റെ ഈ ആഴ്ചത്തെ ആരംഭിക്കുന്ന ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മുടെ പ്രിയ സഹപാഠി ഓമനയുടെ വീട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഓമനരാജന്റെ വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ വീട് താലുപോലെ. ഇത് നിങ്ങളുടെ വീട് തന്നെയാണ്? പിന്നെ തറവാട്. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളല്ല? വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ തെയ്യുണ്ട്. തെയ്യെന്ന് വെച്ചാൽ പിന്നെ ചാവണ്ടി, പിന്നെ ചാവണ്ടി, വിഷ്ണുമൂർത്തി, പിന്നെ വെളിച്ചാവണ്ടി പ്രധാനപ്പെട്ട തെയ്യം. അത് പിന്നെ രണ്ട് പൂരിയുണ്ട്. ഇവിടെ കാക്കര പൂരി, കലകര പൂരി, പിന്നെ പൂരം. രാജേട്ടാ, നിങ്ങളെ സ്വന്തമായിട്ടുള്ള സ്ഥലം തന്നെ ഇത്? സ്വന്തമായി താമസ സ്ഥലം തന്നെ ഇത്? അതല്ല, തായ്ലം. അതെ. അല്ല, അമ്മയും അല്ല കുടുംബമായിട്ട് ഇവിടെ താമസിച്ചതാണ്? അതെ. അങ്ങനെ കുടുംബം, അനിയനും അങ്ങനെ എത്ര സഹോദരന്മാരുള്ള? പിന്നെ നമുക്ക് പിന്നെ വേറെ മക്കളൊന്നുമില്ല. ഞാൻ ഒറ്റ മോനെ. പിന്നെ ഓമനെ, നീന്റെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നീ പിന്നെ പഠിക്കാനും എങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞിന് SLC കഴിഞ്ഞിട്ട് 1 വർഷം വീട്ടിലുണ്ടായിരുന്നു. 78, 79 ബാച്ച്. 81 ഡിസംബറിൽ കല്യാണം കഴിഞ്ഞു. അപ്പോൾ 18 വയസ്സ് ആയിട്ടില്ല. അമ്മീനെന്താ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരും. പിന്നെ പഠിക്കാനും തുടർന്ന് പഠിക്കാൻ ടൈപ്പ് റൈറ്റിങ്ങിന് പോയി, ലോവർ പാസ്സായിന്, ഹയറിൻ്റെ പരീക്ഷയ്ക്ക് പോയി. പിന്നെ എന്തെല്ലോ പഠിച്ചു. ഷോർട്ട് ഹാൻഡ് ടൈപ്പ് റൈറ്റിങ്, ഷോർട്ട് ഹാൻഡ് പഠിച്ചു. പിന്നെ അഗ്രികൾച്ചറിൻ്റെ ഭാഗം എല്ലാം തിരക്കി മിക്സായിട്ട് കുറേ പോയി. പിന്നെ രാജാട്ടിന് എന്നാണ് ജോലി ചെയ്യുന്നത്? എനിക്ക് ജോലിയൊന്നുമില്ല, കൃഷിപ്പണിയാണ്.
രാജേട്ടന് ഇവിടെ കൃഷി പറമ്പ് അന്ന് ആ കാലത്ത് എന്തെല്ലായിരുന്നു കൃഷി? കല്യാണ സമയത്ത് കൃഷി എന്തെല്ലായിരുന്നു കാര്യമായിട്ട്? അടക്ക, തേങ്ങ, പിന്നെ നെല്ല്, അതെല്ലേ എല്ലാം ഉണ്ടായി. എല്ലാം ഉണ്ടായി അല്ലേ? ഓമനിയും നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള സമയത്ത് തന്നെ കൃഷി കുടുംബം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വലിയ സഹായമായിരിക്കുമല്ലോ ഓമന വന്നപ്പോ അല്ലെ? കൃഷി വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടാവില്ലേ? ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചാണ്. ഓണി ഞാനും 1ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചാണ്. അത്രയും അല്ലെ? ഞാൻ വീട്ടിൽ കൃഷിപ്പണിയൊന്നും പഠിച്ചിട്ടൊന്നും പറഞ്ഞതല്ല. വീട്ടില് പറഞ്ഞ കറി വെക്കാൻ അറിയില്ല, ചോറ് വെക്കാൻ അറിയാത്ത ചെറിയ കുട്ടിയിൽ പറഞ്ഞതാണ്. അതായത് ഒരു 2-3 ലാളിച്ച് ഇവിടെ വന്നിട്ട് എന്നോട് കറി വെക്കാൻ ചോറ് വെക്കാൻ വലിയ വീട്ടിൽ നിന്ന് എന്നാ വേണ്ടെന്ന് അറിയില്ല. എല്ലാം പഠിച്ചത് അല്ലേ? വീട്ടിലാരുമില്ലാതെ ഒറ്റമോളായിട്ട് വളർന്ന അങ്ങനെയാണ്. ഒറ്റമോളാന്നല്ല ഇവര് ഒറ്റമോനുമാണ്. അതെനിക്കൊന്നും അറിയില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. എന്നാൽ ഇവിടെ വന്ന് വലിയ വീടുകളിലെത്തി. അപ്പൊ ഇവിടെ അമ്മമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സന്ധ്യാസമയത്ത് ഇവിടെ ഒരു കട്ടിലുണ്ട്. ആ കട്ടിൽ മുതൽ എനിക്ക് ആകെ പേടിയാവും. ഇത് 4 ഭാഗത്ത് കാടല്ലേ, അടിച്ചു വാരല്, ഇതൊന്നും എനക്ക് ആവുന്നില്ല. മുറ്റടിക്കണ്ടേ, മുറ്റം തേച്ചും അടിക്കണ്ടേ, വീട് തേച്ചും അടിക്കണം. പിന്നെ അന്നേരം അപ്പൊ ഈ ഭാവിന് നമ്മള് മറ്റുള്ള ജാതിക്കാരും വീട്ടിൽ കയറിയിട്ട് അടിച്ചു പോയിക്കൂടാ. അപ്പൊ ഒരു ദിവസം എന്നോട് ചാണകം തേക്കാൻ പറഞ്ഞു ഭാവിന്. എനിക്ക് ചാണകം ഭാവി പിടിക്കാൻ അറിയില്ലല്ലോ. ഇതിങ്ങനെ ചാണകം അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വടക് ഇങ്ങനെ ആക്ക്, ഇത് ചാണകം. നീ എന്റെ വീട്ടിൽ ചാണകം, എന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുപ്പിച്ചിട്ടില്ല. എന്റെ അമ്മ ഒരു പണി എടുപ്പിച്ചില്ല. എല്ലാം പഠിച്ചു. കറി വെക്കാൻ പഠിപ്പിക്കുന്ന സ്റ്റൂൾ എടുത്ത് വെച്ചാൽ ഇരിക്കും. ഇത് ഇത്ര പൊരിട്, ഇത് ഇത്ര മഞ്ഞളിട്, ഇത്ര മുളകിട്, ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ്. ഓമന എനിക്ക് അവിടുന്ന് എൻ്റെ ആങ്ങളമാരെല്ലാം കൊണ്ട് ഒത്തിട്ട് നീ അങ്ങോട്ട് നിന്ന് കുറെ ആളെ കൂട്ടത്തിന് വന്നല്ലേ. വീട് എത്തുമ്പോൾ എനിക്ക് ഒരു ഭർത്താവിനും വേറെ കുടുംബക്കാരും ആരൊന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന് ഒരു വിഷമോ കാര്യങ്ങളാരും ഉണ്ടായിനാ? വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം ഒന്ന് ഞാൻ തന്നെ എല്ലാ കാര്യം ചെയ്യണ്ടേ. കൂട്ടിയിട്ട് ആസ്പത്രിയിൽ പോകണമെങ്കിലും എനിക്ക് വന്നാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം സഹിച്ചിട്ടുണ്ട്. ഇതിന് ഇവരെ അമ്മേന്റെ മക്കൾ കുറെ ഉണ്ടായിരുന്നു, അമ്മാവന്മാരും. അവരെ ഇല്ലതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ സഹോദരങ്ങളെല്ലാം സഹായിക്കാൻ പേരിലുണ്ടോ? സഹോദരങ്ങള് അത്യാവശ്യം അത്രയും. 2 മക്കളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു മോള് ഇവിടെ കണ്ടു, ഒരു മോള് ഇവിടെ US-ലാണ്. അവിടെ ജോലിയാ. ഭർത്താവിനും അവിടെ തന്നെ. എത്ര കുട്ടികള്? 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികൾ. എല്ലാവരും അവിടെ തന്നെ സെറ്റിലായി. അപ്പൊ ഇപ്പൊ ഇവര് ഇപ്പം കോഴിക്കോടാണ്. ഇപ്പം വെക്കേഷന് വന്നതാണ്. 2 കുട്ടികളാ? 2 കുട്ടികളാണ്. ഇവിടെ തന്നെ ഉണ്ട്. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, കാലക്കൊമ്പിൽ കാവടിയും കണ്ടേ, കന്നിയിലക്കൊമ്പിളിൽ ഉള്ളില്ല പൂണ്ടേ, ഇടനെഞ്ഞിൽ തൊടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനെത്താറുണ്ടേ. മോളുടെ പേരെന്താ? മിനിയെ കല്യാണം കഴിച്ചോണ്ട് പോയത് കോഴിക്കോട് ഭർത്താവിന്റെ ഹസ്ബൻഡ് വെറ്റിനറി യൂണിവേഴ്സിറ്റി വയനാട്. വയനാട്ടിലപ്പോ അവിടെ താമസിച്ചു? അല്ല, ഡെയിലി പോകും കോഴിക്കോട്. അന്നേരം മോളെ വാടകയ്ക്കാണല്ലോ സ്വന്തം? അല്ല, സ്വന്തമായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട്. എത്ര വരെ പഠിക്കുകയും ചെയ്ത്? ഞാൻ ഡിഗ്രി ബികോം. അവിടെ വരെ ഭർത്താവിന്റെ കുടുംബക്കാരുടെ ഭർത്താവിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി, ഒരു മോൻ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ ഇപ്പോഴും ഉണ്ടോ? ആ, അമ്മ അവിടെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ? പോയാലും എന്റെ കൂട്ടത്തിൽ ആളുണ്ടല്ലോ. എത്ര മക്കള്? 2 കുട്ടികള്. ഒരു മോന്, 2 എത്ര പഠിക്കുന്ന മോണ്ട്? 4th വേദവ്യാസ വിദ്യാലയത്തിൽ പഠിക്കുന്നു. ഇവരിപ്പം LKG-ലേക്ക് പോകുമ്പോൾ വേദവ്യാസത്തിൽ തന്നെ അഡ്മിഷൻ എടുത്തു. വെക്കേഷൻ വന്നതായിരിക്കും. വെക്കേഷൻ നീ എന്തെങ്കിലും ജോലിക്ക് നോക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് പേര് ചെറിയ കുട്ടികളായതുകൊണ്ട് ഇവരെ LKG തുടങ്ങിയപ്പോൾ എനിക്ക് പോകാൻ നോക്കണം. മോളെ ചെറിയ ഇവിടെ തന്നെ പഠിച്ചത്? ഇവിടെ തന്നെ UP സ്കൂൾ. അവിടെ സ്കൂളിൽ തന്നെ പഠിച്ചത് 7th വരെ. 8th തൊട്ട് 10th വരെ മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. പിന്നെ +1 +2 അതും ഗവൺമെന്റ് തന്നെ അതേ സ്കൂളിൽ തന്നെ പഠിച്ചു.
പിന്നെ ഡിഗ്രി ബികോം അവിടെ പയ്യന്നൂരിൽ ഒരു കോളേജിൽ കഴിഞ്ഞ പിന്നെ കല്യാണം കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ പിന്നെ കല്യാണം മോളെ പിന്നെ വീട്ടിലെ അമ്മയും അച്ഛനെല്ലാം ആയിട്ട് എങ്ങനെയാണ്? നല്ല അച്ഛനാണ്. അവര് തമ്മിൽ നല്ല വീട് പോയിരിച്ചതാണ്. അവര് തമ്മിൽ അങ്ങനെ അടികൂടുന്നതോ അടിപിടി പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ നല്ല അച്ഛനാണ്. അതുകൊണ്ടിപ്പം നമുക്ക് സപ്പോർട്ട് തന്നെ ഉണ്ടാവില്ല. അവര് നല്ല സപ്പോർട്ടാണ് രണ്ടുപേരും. അവര് രണ്ടുപേരും നല്ല ഞങ്ങളുടെ ജീവിതത്തിൽ റോൾ മോഡൽ എന്ന് പറയാം. അവർ രണ്ടുപേരും. അച്ഛനാണോ റോൾ മോഡൽ? രണ്ടുപേരും നല്ല മെടുപോയിച്ചതാണ് അവർ രണ്ടുപേരും. ഞങ്ങളെ പറയും എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിനെക്കാട്ടി ഏറ്റവും നല്ല ജീവിതം അവർ രണ്ടുപേരും. അവരെ കണ്ടിട്ട് പഠിക്കുന്നത്, അവരെ കണ്ടുപിടിക്കണം. അമ്മക്കും ഇവിടെ ഒരു ഭർത്താവ് ഒരു മോനെങ്കിലും അതുപോലെ നിനക്കും അതെ കൃഷി ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ എന്താ കൃഷി ഈ സമയത്ത് ചെയ്യുന്നത്? ഈ സമയത്ത് ഇനിയിപ്പോൾ ഒന്നാം വിള ചെയ്യുന്ന കരകൃഷി ചെയ്യുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ രണ്ടുപേരും ഷെയറായിട്ട് ചെയ്യാൻ വേണ്ടി നിലയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വിത്ത് വരണത്ര കുറെ സ്ഥലം ഉണ്ടായിരുന്നു. ഇല്ല, അത് ഈ തറവാട്ടുകാരുടെ സ്ഥലമാണ്, ഞങ്ങളുടെ സ്വന്തം സ്ഥലമല്ല. എനിക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ വെള്ളരി വെള്ളരി പറിച്ചു, അത് വീട്ടിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇനി പശുവുണ്ട്, ഒരു പശു കറക്കാനായി കറവിൻ്റെ സാധ്യത. സ്വന്തമായിട്ട് കൃഷി കുറച്ചേ ഉള്ളൂ. നമ്മൾ തറവാട്ടുകാരുടെ ഇഷ്ടം തോന്നി. പശു ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ വളമൊക്കെ എന്ത് ചെയ്യും? വളമെല്ലാം കഴുകിനും വെങ്ങിനെല്ലാം ഇടാം. പിന്നെ പച്ചക്കറി ഇടന്ന് ഉപയോഗിക്കാം. അപ്പൊ പുറത്തുനിന്ന് മേടിക്കണ്ട, പുറത്തുനിന്ന് വാങ്ങിക്കൂല. കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ബാക്കി കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഒരു പശുവോ ഇല്ലയോ അത്രയും ഉണ്ടാവില്ല. ഇനി ഞാറ് നടലാണ് ഇനിയിപ്പം ഞാറ് ഇട്ടിട്ട് നടന്ന അവർ പറയുന്നു. മറ്റു വാളലാന്ന് വിടും. അപ്പൊ അത് എന്റെ നാട്ടിയാക്കാന്ന് പറഞ്ഞിട്ട് ഇനി തുടങ്ങിയില്ല. അതിന്റെ അത് വാളുന്നത് ഇങ്ങനെ നമ്മൾ വാരിച്ചാടും. നാട്ടി നടുന്നത് നമ്മൾ ഞാറ് വിത്തിട്ടിട്ട് അത് പറിച്ച് നടും. അതന്നെ പ്രത്യേകത. വിളവ് ഉണ്ടാവുന്ന കളപറിക്കണം. അതിൻ്റെ സൗകര്യമാണ് മക്കൾ. അപ്പൊ ഭാര്യ ചാടിയാല് ഇതിന്റെ ഇടക്കെല്ലാം ഒരുപാട് കള കയറും. അമ്പലത്തിൽ കൊട്ടുവാൻ ഇമ്പമോടെ പോകുന്നു. ചെന്നെത്തി ചെന്നെത്തി അമ്പലത്തിൽ ചെന്നെത്തി അതിൽ മുണ്ട് മുറുക്കുന്നു, ചെണ്ടക്കോല് വലിക്കുന്നു. ഡുണ്ടുടും 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 അതിൽ മുണ്ട് മുറുക്കുന്നു, ചെണ്ടക്കോല് വലിക്കുന്നു. ഡുണ്ടുടും 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 ചിഞ്ചിയം താളത്തിൽ ചിഞ്ചിയം കൊട്ടുന്നു. ചിഞ്ചിയം ചിഞ്ചിയം ചിഞ്ച ചിഞ്ച ചിഞ്ചിയം കഴുതിൽ നാദത്തിൽ കൊടുവിരൽ കേൾക്കുന്നു.
ചേട്ടൻ നമ്മുടെ നാട്ടുകാരിയായ ഓമന നിങ്ങളുടെ ഭാര്യയെ വന്നതിന് ശേഷം നിങ്ങൾക്കുള്ള അനുഭവവും അതുപോലെ അവളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ല ഒരു ഭാര്യയാണ്. അതല്ലേ? ഉത്തമമായ ഒരു ഭാര്യയാണ്. പിന്നെ അവിടെ ഞാൻ ഒരു ഷോപ്പിങ്ങിനോ എവിടെയും പോയാൽ പിന്നെ 2 സാരി 2 ബ്ലൗസ് വല്ലതും വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്നേ വാങ്ങിക്കൂ, ഒന്നേ കൊണ്ടുപോകാം, ഒന്ന് വയത് കൊടുക്കുക. അങ്ങനെയാണ് ഏത് സാധനം ഇവിടെ ആവശ്യപ്പെടില്ല, വേണമെന്നില്ല, ആവശ്യപ്പെടില്ല. ആർഭാടത്തോടുള്ളത് ഒതുങ്ങി ജീവിക്കാനല്ലേ അല്ലെ? നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ സ്നേഹത്തോടു കൂടി വളരെ ഒതുങ്ങി അല്ലെ അറിഞ്ഞ് ജീവിക്കുന്നേ. നമ്മൾ ചെറുപ്പത്തിലെ അറിയുന്ന നമ്മളെ ഒന്നിച്ച് കളിച്ചു വരുന്ന ഒരു ടീമാണ് എനക്കറി അവരെ അങ്ങനെ ആൾക്കാർ മുന്നേ പറയാ ഒന്നും ചെയ്യില്ല നട്ടുണ്ടാവും തന്നെ. അങ്ങനെ നല്ലൊരു കുടുംബിയായി എല്ലാം കൊണ്ട് ഉത്തമമായ അതെ 40-40 കൊല്ലായി 40 കൊല്ലായി ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടായിട്ടില്ല അല്ലെ? സ്നേഹം മാത്രം ബാക്കി. കഴിവ് എന്ന് വെച്ചാൽ പണക്കുണ്ടാവില്ല. വേറെ ഒരു വലിയ കഴിവൊന്നുമില്ല, അതൊന്നുമില്ല. അതല്ലേ? അങ്ങനെ സ്നേഹത്തോടുകൂടി ജീവിതം മുമ്പോട്ട് പോട്ടെ. എല്ലാവരും ആശംസകളും ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിലും ഞങ്ങളുടെ ഈ പിന്നെ ഷൂട്ടിംഗ് ടീമിന്റെ പേരിലും നിങ്ങൾ രണ്ടുപേർക്കും എല്ലാവരും ആശംസകളും ജീവിത വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. जनार्दन कृष्ण गोविंद नारायण हरे अच्युतानंद गोविंद माधव सच्चिदानंद